ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസഫലം വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും. ആദ്യം നമുക്ക് ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാർക്കും അവരുടെ ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 7 ജന്മരാശിയിൽ നിന്നും 2 രാശി മാറുന്നു. സൂര്യൻ ജന്മരാശി നിൽക്കുകയാണ്. 16 ജന്മരാശി നിൽക്കുന്ന സൂര്യനും 2 മാറുന്നു. ബുധൻ ഇപ്പോൾ 12 ആണ്. 12 നിന്നും ഡിസംബർ 6 ജന്മരാശിയിലേക്കും 29 ആ ജന്മരാശിയിൽ നിന്ന് ബുധൻ 2 മാറുന്നു. ഗുരു 5 ഡിസംബർ 5 9 നിന്നും വക്രത്തിൽ അഷ്ടമത്തിലേക്ക് മാറുന്നു. ശുക്രൻ ഡിസംബർ 20 ജന്മരാശിയിൽ നിന്നും 2 മാറുന്നു. ശനി 5 സ്ഥിതി തുടരുന്നു. രാഹു 4 കേതു 10 സ്ഥിതി തുടരുന്ന സമയമാണ്. അതായത് ഡിസംബർ മാസത്തിൽ ചൊവ്വ, സൂര്യൻ, അതുപോലെ ശുക്രൻ, ഈ 3 ഗ്രഹങ്ങൾ 2 ധനസ്ഥാനത്തേക്ക് മാറുന്നു. ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നു. ഗുരു അഷ്ടമത്തിലേക്ക് മാറുന്നു. 2ാം ഭാവരാശിയിൽ ശനിയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി വരുന്നു. ഇതാണ് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത. നമുക്ക് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തായിരിക്കും ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി പൊതുവെ നോർമൽ ആയിരിക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എങ്കിലും രവിയും കുജനും ഒക്കെ 2 വരുമ്പോഴും ആ 2 ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ആഹാരത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5 നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരുന്നതിനാൽ ചിലർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് കാഴ്ച സംബന്ധമായോ ദന്ത സംബന്ധമായോ ചെറിയ ഇഷ്യൂസിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ നമ്മൾ യാത്രകളിലും ഡ്രൈവിങ്ങിലും ഒക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ജന്മരാശിയിലുണ്ട്. 16 ആ സൂര്യൻ 2 രാശി മാറുന്നു. 10 കേതു. തൊഴിൽപരമായിട്ട് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും. നമ്മുടെ വർക്ക് ഫീൽഡിൽ നമ്മൾ ഉയർന്ന തലത്തിലൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായിട്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വർക്കിൽ കൂടുതൽ ഫോക്കസ് ഉണ്ടാകാവുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ, അതുപോലെ ചൊവ്വ അത് അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിലിൽ സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ചലഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ തൊഴിലിടത്ത് നമ്മൾ കഴിവതും അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒഴിവാക്കണം. മേലധികാരികളുമായിട്ടൊക്കെ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ അവിടെയൊക്കെ ഒരു കെയർ ആവശ്യമാണ്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ അല്പം ശ്രദ്ധിക്കണം. സൂര്യൻ്റെയൊക്കെ അഷ്ടമരാശിയിലെ സ്ഥിതി വരിക വഴി. അതുപോലെ തന്നെ ഈ തൊഴിലിൽ നമുക്ക് കിട്ടേണ്ടുന്ന കുടിശ്ശിക, ചിലപ്പോൾ കുടിശ്ശിക നമുക്ക് ആ കുടിശ്ശിക പണമൊക്കെ ചിലപ്പോൾ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമാണ്. സർക്കാർ തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. നമുക്ക് തൊഴിലിൽ എന്ത് തടസ്സങ്ങൾക്കും അല്ലെങ്കിൽ എന്ത് ചലഞ്ചസ് ഉണ്ടായാലും അതൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ഒരു അവസ്ഥയാണ്. വലിയ തടസ്സങ്ങളൊന്നും അവിടെ കാണുന്നില്ല.
ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നേട്ടത്തിൻ്റെ സമയമെന്ന് പറയാം. 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുകയാണ്. ആ ശുക്രൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. രവി, കുജൻ, ബുധൻ ഒക്കെ തന്നെ ജന്മരാശിയിലുണ്ട്, 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. ബുധൻ എന്ന് പറയുന്നത് ബിസിനസ് കാരകനും കൂടെയാണ്, അഷ്ടമ ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ അഷ്ടമ ഭാവാധിപനാണ് ബുധൻ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചെറിയ ചലഞ്ചസ് ബിസിനസ്സിൽ ഉണ്ടാകാം. എങ്കിലും അവയൊക്കെ നമ്മൾ സ്ഥായിയായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ആ ബിസിനസ്സിൽ സാധ്യമാകും. പാർട്ട്നേഴ്സ് തമ്മിൽ നമ്മൾ കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അങ്ങനെ പാർട്ട്നേഴ്സിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. വിദേശ വിപണനത്തിനുള്ള തടസ്സങ്ങളൊക്കെ പൊതുവെ മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് 2ഉം 4ഉം ഭാവരാശികളിൽ ഡിസംബർ 5 കഴിയുമ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലാണ്. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ 6 വരുന്നുണ്ട്. അതൊക്കെ പൊതുവെ നല്ലതാണ്. എങ്കിലും 8ഉം 11ഉം ഭാവാധിപനാണ് ബുധൻ എന്നുള്ളത് കൊണ്ട് പഠനത്തിൽ നമ്മൾ ഒരു ഫോക്കസ് കൂട്ടണം. പ്രയാസപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ ഈ അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേസമയം കുജനും സൂര്യനും ഒക്കെയുള്ള ആ ബന്ധം കോമ്പറ്റിറ്റീവ് തലത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ തലത്തിൽ നടത്തുന്ന പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സാഹചര്യം ഉണ്ടാകും. വിജയത്തിന് സാധ്യതയുണ്ട്. അതുപോലെ 5th ലോർഡ് ഗുരു 5ാം ഭാവാധിപൻ വക്രത്തിലായതുകൊണ്ട് അല്പം ഈശ്വര ചിന്തയൊക്കെ കൂട്ടുന്നത് നമുക്ക് എന്തെങ്കിലും ഭാഗ്യ തടസ്സങ്ങൾ വരുന്നുവെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും. പഠന മികവിനും അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്തും 5 മുതൽ അഷ്ടമത്തിലും വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 2ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട്. 2ാം ഭാവാധിപൻ 2ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നു. 11ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 6 ജന്മരാശിയിൽ വരുന്നുണ്ട്. 29 ആ ബുധനും ധനസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ ശുക്രനും ജന്മരാശിയിൽ വരുന്നു ധനസ്ഥാനത്ത്. അപ്പോൾ ധനസ്ഥാനത്തേക്ക് ആ ശുക്രൻ്റെ മാറ്റം 70 വരുന്നു. അപ്പോൾ പൊതുവെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അതായത് പല സോഴ്സുകളിൽ നിന്ന് ധന നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ 2ാം ഭാവാധിപൻ അഷ്ടമത്തിൽ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ധനം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ധനം കൈകാര്യം ചെയ്യുന്നതിൽ കെയർ വേണം. അപ്പോൾ 12ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ ആ ജന്മരാശിയിലെ സ്ഥിതി, ഗുരുവിൻ്റെ 12ലെ ദൃഷ്ടി, ഇത് രണ്ടും നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം ധനവരുമാനം ഉണ്ടാകും, ധനാഗമം ഉണ്ടാകും, പക്ഷേ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട്. വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹത്തെ പറ്റിയൊക്കെ നോക്കുമ്പോൾ 7ാം ഭാവാധിപൻ ശുക്രനാണ്. 19 വരെ ആ ശുക്രൻ ജന്മരാശിയിലുണ്ട്. ആ ശുക്രൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം വിവാഹ ആലോചനകൾക്കൊക്കെ അനുകൂല സമയമാണ് 19 വരെ. അതുപോലെ തന്നെ രവിയും കുജനും ഒക്കെ ആദ്യ പകുതി 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനിയും 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ നിശ്ചയമൊക്കെ നീണ്ടുപോകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധമൊക്കെ സ്മൂത്ത് ആകണമെന്നില്ല. ഇപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ് ഡിസംബർ 5 മുതൽ വരുന്നത്. ആദ്യത്തെ ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോൾ ആ ഗുരു വക്രത്തിൽ അഷ്ടമത്തിൽ വരുന്നു. അതുപോലെ 5ലെ ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ ഗുരുവിനെയും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അവിടെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ പൊതുവെ സന്തോഷകരമാകും. രവിശുക്ര ബന്ധമൊക്കെ
സന്തോഷകരമാകുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ അവർക്ക് ദമ്പതിമാർക്കൊക്കെ ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്, ഷോപ്പിങ്ങിന് സാധ്യതയുണ്ട്, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ രവിയും ശുക്രനുമായിട്ടുള്ളൊരു ബന്ധവും കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, ഇപ്പോൾ അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയൊക്കെ 7-ലുള്ള സമയമായതുകൊണ്ട് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, ചിലപ്പോൾ അവർക്കിടയിൽ ഈഗോ ഇഷ്യൂസ് വരാം. അവിടെയൊക്കെ ഒരു ജാഗ്രത വേണം, ഒരു കെയർ വേണം. ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഡിസംബർ 5 മുതൽ അഷ്ടമത്തിൽ. പക്ഷേ ആ ഗുരു 2-ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ കുജനും സൂര്യനും ശുക്രനും ഒക്കെ 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ നമ്മൾ കുടുംബ ജീവിതത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായിട്ടുള്ള അപ്പോൾ ഈ ഇൻ്ററാക്ഷൻ, സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ഷൻ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുടുംബ പ്രശ്നങ്ങൾക്കിടയാകും. മാത്രമല്ല 4-ൽ രാഹു ഉള്ള സമയമാണ്. മാനസികമായിട്ട് പൊതുവെ ഒരു പിരിമുറുക്കം, എടുത്തുചാട്ടം, നമ്മൾ ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുടുംബാംഗങ്ങളുമായിട്ട് ചിലപ്പോൾ അനൈക്യത്തിനൊക്കെ വഴിയൊരുക്കും. അപ്പോൾ അതിൽ ഒരു കെയർ വേണം. 2, 4-ലൊക്കെ ഗുരുദൃഷ്ടി ഉള്ളത് പൊതുവെ ഗുരുവിൻ്റെ ദൃഷ്ടി 2-ലും 4-ലും ഒക്കെ വരുന്നത് നമുക്ക് ആ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും. ഡിസംബർ 2, 3, 6, 7, 15, 16, 29, 30 ഈ തീയതികൾ പ്രത്യേകിച്ച് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക, അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക, അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഫലമാണ്. പക്ഷേ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശ ഏതാണ്, അപകാരം ഏതാണ്, ഛിദ്രം ഏതാണ്, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ദശ, അപകാരം, ഛിദ്രം അവയൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ഇഷ്ടസ്ഥാനം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രവും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം നമുക്കുണ്ടാകും, മറിച്ചായാൽ ദോഷാനുഭവം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇനി ഇത് കൂടാതെ ഞാനിവിടെ ഇപ്പോൾ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഫലം പറഞ്ഞു. അപ്പം ഈ ചിലർക്കൊരു തെറ്റിദ്ധാരണ, ഒരു സംശയം ഉണ്ടാകും, ഈ വൃശ്ചികക്കൂറുകാരൻ വൃശ്ചിക ലഗ്നം ഒന്നാണെന്ന്. അങ്ങനെയല്ല. വൃശ്ചികക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ വൃശ്ചിക ലഗ്നം വരൂ. ഇപ്പോൾ ഒരു നക്ഷത്രത്തിൽ പല സമയത്ത് ജനിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ ഈ സമയവ്യത്യാസത്തിനനുസരിച്ച് അവരുടെ ലഗ്നരാശികൾക്ക് മാറ്റം വരാം. അതുപോലെ ഗ്രഹസ്ഥിതികളുടെ ഭാവത്തിനും മാറ്റം വരാം. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പൊതുഫലത്തിൽ വ്യത്യാസ അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല. അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിലെ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഡിസംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. ഇപ്പോൾ കൂറിൻ്റെ ഫലം മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ ഒരു സ്ഥൂലമായിട്ടുള്ള ഫലം മാത്രമായിരിക്കും. നമുക്ക് സൂക്ഷ്മമായ ഫലം അറിയണമെങ്കിൽ അവരുടെ ലഗ്ന രാശിയുടെ ഫലവും കൂടെ അറിയണം. മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൃത്യത, സൂക്ഷ്മത അത് ലഗ്നത്തിനാണ്. അതുകൊണ്ടാണ് ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ഫലവും കൂടെ കേൾക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.